എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഫാർമസിയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു ഫാർമസി പ്രൊഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂ ആണ്. പ്രൊഡക്റ്റ് വന്നിട്ട് വേറെ ഒന്നുമല്ല, ഈ ഒരു ട്രെറ്റിനോയിൽ എന്ന് പറയുന്ന ക്രീമാണ്. ഇത് നിങ്ങൾ എന്താ പറയുക, ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനം ഞാനും യൂസ് ചെയ്തിട്ട് എനിക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പ്രൊഡക്റ്റ് വന്നിട്ട് എന്താ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ട്രെറ്റിനോയിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ട്യൂബ് വരുന്നത്. ഇത് ഏറ്റവും ചെറിയ പെർസെൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 0.05 ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. ഇതൊരു ക്രീമി ടെക്സ്ചർ ആണ്, വൈറ്റ് കളർ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. ഒരു വൈറ്റ് കളർ കണ്ടില്ലേ? അങ്ങനെ ഒന്നും ഇട്ട് നോക്കാൻ പാടില്ല, എനിക്ക് പേടിയുണ്ട്. എന്നാലും ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിന്റെ ആ ഒരു ടെക്സ്ചർ വരുന്നത്. ഓക്കെ, ഇതില് ടെറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ വൈറ്റമിൻ എന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം നമ്മുടെ ആക്നെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ്. നല്ല രീതിക്കുള്ള ആക്നെ നമ്മുടെ ഫേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ സൂക്ഷിച്ചും കണ്ടും യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല എട്ടിന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട്, നല്ല രീതിക്ക് പിഗ്മെന്റേഷൻ അടിച്ച് പണ്ടാടിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ട്രെറ്റിനോയിൽ എന്ന് പറയുന്ന ക്രീം. അതുപോലെ തന്നെ നമ്മുടെ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ആക്നെ ട്രീറ്റ് ചെയ്യാനാട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം എനിക്ക് ആക്നെ വന്ന സമയത്താണ് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തത്. അപ്പൊ ആക്നെ ട്രീറ്റ് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു ക്രീം വന്നിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് മേടിക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ ഡോക്ടർ കൺസൾട്ട് ചെയ്യാണ്ട് തന്നെ ഈ ഒരു സാധനം മേടിച്ചു എന്നുള്ളതാണ് അതിന്റെ വലിയൊരു പോരായ്മയാണെന്ന് ഞാൻ പറയും. കാരണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാണ്ട് ഇങ്ങനത്തെ ക്രീംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണത് എന്താ പറയാ, കൂടുതൽ പണി മേടിച്ചു കൂട്ടാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഈ ഒരു സാധനം വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. അതല്ല, ഇത് നിങ്ങളുടെ കയ്യിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ശരിയായിട്ടാണോ യൂസ് ചെയ്യുന്നതെന്നും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാനൊരു കൊറോണ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം, ഒരു 2021-22 ആ ഒരു ടൈമിൽ എനിക്ക് ഫേസിൽ നല്ല രീതിക്ക് ആക്നെ പ്രോബ്ലം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കാണുന്നില്ല, എൻ്റെ മുഖത്ത്. കാരണം ഇവിടെ ഇത്രയും ആയിരിക്കും, ഇവിടെ നെറ്റിയിൽ ഫുൾ ആക്നെ. എൻ്റെ ഫേസ് ഓൾറെഡി എൻ്റെ ഫേസ് ഭയങ്കര കുഞ്ഞാണ്. ഈ പിമ്പിൾസും കൂടി ആക്നെ എല്ലാം കൂടി വന്നപ്പോഴത്തേനും എൻ്റെ ഫേസ് കാണാനേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയും. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു സാധനം തന്നത്. ഈ ഒരു സാധനത്തിന്റെ ഈ റെഡ് ലൈൻ കണ്ടില്ലേ നിങ്ങൾ, റെഡോ പിങ്കോ, ഈ റെഡ് ലൈൻ കണ്ടില്ലേ, ഇതിന്റെ ബ്ലൂ ആണ് എനിക്ക് തന്നത് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബ്ലൂ ആണ് എനിക്ക് തന്നത്. ആ സാധനം എങ്ങനെ യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എപ്പോഴാണ് എങ്ങനത്തെ രീതിയിലാണ് യൂസ് ചെയ്യണമെന്ന് ഡോക്ടർ ഒന്നും എനിക്ക് പറഞ്ഞതില്ല. ജസ്റ്റ് പറഞ്ഞത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്തിട്ട് ഇട്ടിട്ട് കിടക്കാം. ഇടുമ്പോൾ കുറെ ഒന്നും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി എന്നേ പറഞ്ഞുള്ളൂ. അതും എത്ര എമൗണ്ട് എടുക്കണം എന്നൊന്നും പറഞ്ഞില്ല, കുറച്ചെടുത്താൽ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ അത് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ ഫേസ് മുഴുവൻ പിമ്പിൾസ് ആണല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് മാറട്ടെ, പെട്ടെന്ന് മാറുമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, രാത്രി ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് അത്യാവശ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ തന്നെ ഞാൻ ഇട്ട് കിടന്നുറങ്ങി, കുഴപ്പമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഫേസ് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം ഫേസ് ഭയങ്കര ഡ്രൈ ആക്കുക. അതായത് ഈ ഭാഗമൊക്കെ ഭയങ്കര ഡ്രൈ ആവുക. അതായത് നമ്മളിങ്ങനെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് വരില്ലേ, അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ എന്താ പറയാ, ഡ്രൈ ആയിട്ട് നിൽക്കുക, വിണ്ട് നിൽക്കാന്ന് പറയില്ലേ, അതേപോലെ നിൽക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അതിന്റെ കൂടെ തന്നെ ഒരു മോയ്സ്ചറൈസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും യൂസ് ചെയ്തു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ 2 ദിവസം യൂസ് ചെയ്തു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേനും
രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആവാന്ന് മാത്രമല്ല ഇതേപോലെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് വരിക, ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ സ്കിന്നിൻ്റെ ഇങ്ങനെ വരിക. എനിക്കാണെങ്കിൽ ഭയങ്കര നീറ്റം, ഭയങ്കര നീറുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വരികയല്ല, ഇങ്ങനെ നമുക്ക് നീറില്ലേ, നമുക്ക് മുറിഞ്ഞാല് അല്ലെങ്കിൽ തൊലി പോയാലൊക്കെ നീറില്ലേ, അതേപോലെ എനിക്ക് നീറുക. എനിക്ക് അങ്ങനെ ലാസ്റ്റ് പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട, ഞാൻ നിർത്തുകയാണ്, ശരിയാവില്ല, അതവിടെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. കാരണം അത്രയ്ക്ക് പെയിനാണ് നമുക്ക് സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് വരുമ്പോഴേ. ഇപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ആ സംഭവം നല്ലതാണ്. പിന്നീട് ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാനത് യൂസ് ചെയ്തു. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു 8ന്റെ പണി കിട്ടിയത്. അതാണ് പ്രശ്നം. നമ്മൾ കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. അപ്പം ഞാനതും പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പൊ ഇത് എങ്ങനത്തെ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആക്നെ ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട രീതി എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഏറ്റവും ലോ കോൺസെൻട്രേറ്റിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങൾ എന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. കാരണം പെട്ടെന്ന് മാറട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ നോക്കും, പക്ഷെ ഡെയിലി യൂസ് ചെയ്യരുത്. ഇത് ആഴ്ചയിൽ 3 വട്ടം മാത്രം യൂസ് ചെയ്താൽ മതി. 3 വട്ടം തന്നെ കൂടുതലാണ്, 2ഓ 3ഓ വട്ടം യൂസ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ യൂസ് ചെയ്യണ്ട. ഓക്കെ. ആൻഡ് ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയ സൈസ്, അതായത് ഒരു പയർമണി, കടലപ്പരിപ്പ് എന്നൊക്കെ പറയില്ല, ആ ഒരു സൈസ് ഓഫ് എമൗണ്ട് മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത്രയും യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും യൂസ് ചെയ്താൽ മതി. ഒരുപാടൊന്നും എടുത്ത് നശിപ്പിച്ച് കളയും വേണ്ട. ഒരുപാട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടൂല. ഇത്രയും മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നൈറ്റ് ആയിരിക്കണം ഇത് യൂസ് ചെയ്യേണ്ടത്. നൈറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ചുണ്ടിന്റെ ഈ 2 സൈഡില്ലേ, ഈ 2 സൈഡ്, അതുപോലെ തന്നെ മൂക്കിന്റെ ഈ സൈഡ്, കണ്ണിന്റെ ഈ സൈഡ്, ഈ 3 സൈഡും ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ സൈഡൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഈ സൈഡൊക്കെ വലിയാനായിട്ട് തുടങ്ങും. വലിയാന് വിണ്ട് കീറാനൊക്കെ ആയിട്ട് നല്ല ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ആ ഒരു ഏരിയാസ് ഒഴിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ അല്ലാണ്ട് ക്രീം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാത്രം നമ്മുടെ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വാസ്ലിനോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് തേച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയാ, ഇതേപോലെ ഈ ഒരു ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, കണ്ണിന്റെ ഈ ഭാഗം, ഈ മൂക്കിന്റെ ഈ ഭാഗം, ഈ ചുണ്ടിന്റെ ഈ ഭാഗം വിണ്ട് കീറാനായിട്ടും സ്കിന്ന് പീൽ ചെയ്ത് വരാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ വലിഞ്ഞു പോകും. ചുണ്ടിന്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ വിണ്ട് കീറിയിരിക്കും. അത് കാരണം അത് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. അത് നിങ്ങൾക്കിത് സാൻഡ്വിച്ച് രീതിയിൽ യൂസ് ആക്കാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്. ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ ഇടാം, ആൻഡ് അതിനുശേഷം ഈ ഒരു ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ, ആൻഡ് അതിനുശേഷം പിന്നീട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് യൂസ് ആക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഡേ നിങ്ങളൊരു 1 അവർ ഫേസിൽ വെച്ച് നോക്കുക. നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. പിറ്റത്തെ ദിവസം നിങ്ങൾ 2 അവർ വെച്ച് നോക്കുക. കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഫസ്റ്റ് ഡേ തന്നെ എല്ലാ പിമ്പിൾസും പോട്ടെ എന്ന് വെച്ചിട്ട് വാരി പൊത്താൻ നിൽക്കരുത്. അത് നല്ല പണി മേടിക്കും കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ വേറെ സിറംസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യരുത്. ഓക്കെ. മോയ്സ്ചറൈസർ യൂസ് ചെയ്തോളൂ, പക്ഷേ സിറംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഫീഡിങ് ചെയ്യുന്ന ലേഡീസ് ആണെങ്കിൽ, മുലയൂട്ടുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സംഭവം യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു അമ്മയാവാൻ, അതായത് പ്രഗ്നന്റ് ആവാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സംഭവം യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം ഒരു
എന്താ പറയുക, ഒരു 20 എബോ ഉള്ള ഏജുള്ള ആളുകൾ ഇത് യൂസ് ചെയ്താൽ മതി. 21 എബോ ഉള്ള ആളുകൾ യൂസ് ചെയ്താൽ മതി. ചെറിയ കുട്ടികളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇനി ഞാൻ പറയാൻ പോണ കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നുമല്ല, ഇതിന്റെ സൈഡ് എഫക്ട്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിനെ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അപ്പൊ ഡ്രൈ സ്കിന്നുകാരുടെ കാര്യം പറയേ വേണ്ട, അത് ഭയങ്കര ഒരു സൈഡ് എഫക്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. ഞാൻ ഇതിന്റെ കൂടെ ആൽഫ അർബുട്ടിൻ, HA, BHA, വൈറ്റമിൻ C, നിയാസിനമൈഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഇതൊന്നും അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ യൂസ് ചെയ്യാനേ പാടില്ല. പകരം സിറമൈഡോ അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡോ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. കഴിഞ്ഞാൽ ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിനെ പീലാക്കും. അതായത് നമ്മുടെ സ്കിന്നിങ്ങനെ പറഞ്ഞു വരാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ആക്കും ഈ ഒരു സാധനം. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കുക. നല്ല രീതിക്ക് പീൽ ചെയ്യാൻ നമുക്ക് നല്ല വേദനയായിരിക്കും. എനിക്കത് നല്ല അനുഭവമുള്ള കാരണം ഞാൻ പറയണേ, സ്കിന്നിങ്ങനെ പീൽ ചെയ്ത് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. കയ്യിൽ ഇങ്ങനെ വരും. എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ കവിളിന്റെ ഭാഗത്തുനിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ പറിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ സ്കിൻ നന്നായിട്ട് പീലാക്കും. അത് ഇതിന്റെ ഒരു സൈഡ് എഫക്ട് തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിലത്തൊക്കെ പോവുമല്ലോ, വെയിലത്തൊക്കെ പോണ സമയത്ത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ചൊറിയാനും അതുപോലെ തന്നെ നീറാനൊക്കെ ആയിട്ട് നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ചൊറിയുമ്പോൾ അതായത് നമുക്കിന്റെ മാന്താൻ തോന്നും, അത് അങ്ങനെയാണ്, നമുക്ക് മാന്താൻ തോന്നും, ചൊറിയും നീറും, അതൊക്കെ ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അങ്ങനെ തന്നെ നമ്മുടെ ഫുൾ സ്കിന്ന് ഡാമേജ് ആക്കും അത്. അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ക്രീമിന് ഉണ്ട്. ഇതിന്റെ കൂടെ ഒരിക്കലും ബെൻസോയിൽ പെറോക്സൈഡ് മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയാം. ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് ഇത് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറും. കാരണം പല ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, സ്കിൻ റിലേറ്റഡ് ടോപ്പിക്സ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ആദ്യം ഒരു ഫോട്ടോ വെക്കും ഭയങ്കര ആക്നെ ഉള്ളത്, പിന്നെ ഒരു ഫോട്ടോ വെക്കും ക്ലിയർ ആയിട്ടുള്ളത്, പിന്നെ ഈ സാധനവും വെക്കും. അപ്പൊ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇത് തേച്ച് കഴിഞ്ഞ് ഞാൻ വെളുക്കും ചെയ്യും, സ്കിന്ന് ഭയങ്കര ഇതാവും എന്ന് വെച്ചിട്ട് പോയി ഓടിച്ചെന്ന് മേടിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് വെളുത്തിട്ട് പാറൊന്നുമില്ല, പക്ഷേ നമ്മുടെ ആ ഒരു പുറമേയുള്ള സ്കിന്ന് പോവെന്ന് ഞാൻ പറഞ്ഞല്ലോ പീൽ ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ ആ ഒരു അൺഈവൻ സ്കിൻ ടോൺ ചേഞ്ച് ആയിട്ട് നല്ലൊരു ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടും. ആ ഒരു കിട്ടുന്ന സമയത്താണ് നമുക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് കളർ വെച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആയി നമുക്ക് തോന്നുന്നത്. അല്ലാണ്ട് ശരിക്കും വൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ക്രീം അല്ല കേട്ടോ ഇത്. ലാസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി കേൾക്കണം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട. കാരണം ഈ ഒരു സംഭവം 3 മാസം മിനിമം 3 മാസമെങ്കിലും യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് 1-2 ആഴ്ച നമ്മൾ യൂസ് ചെയ്ത് നിർത്തി, പിന്നെ അത് വേണ്ട, അതല്ല, നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും വാരി ഇടണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 3 വട്ടെങ്കിലും യൂസ് ചെയ്തിട്ട് 3 മാസം നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഇത് യൂസ് ചെയ്തവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നല്ല റിസൾട്ടാണ്, 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ടാണ്. റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടെയൊക്കെ കടന്നതിന് ശേഷമേ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ഒരു സാധനത്തിന് അത് തരാൻ പറ്റില്ല. മിനിമം 3 മാസമെങ്കിലും എടുക്കും നമ്മുടെ സ്കിന്നിന് ഈ ഒരു സാധനം എന്താ പറയുക റിസൾട്ട് തരാനായിട്ട്. ഓക്കെ, അപ്പം ആവശ്യമുള്ളവർക്ക് മേടിക്കാം, യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഈ ഒരു സാധനം മേടിച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ, അതായത് ഫാർമസി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.